ഹലോ ഗായ്സ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അയാം കാതലിൻ്റെ റിവ്യൂ ആണ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഈ പടം കാണാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. ഞാനത് കാണുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ മരണമാസിൽ അനിഷ്മയെ കണ്ടപ്പോഴത്തേനും അയാം കാതലിനൊന്ന് കണ്ടു നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതായിരുന്നു. പക്ഷേ ഈ സിനിമ എന്തുകൊണ്ട് കുറേ ബാഡ് റിവ്യൂസും അതേപോലെ തന്നെ എന്തുകൊണ്ട് പടം അധികം ഓടിയില്ല എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പടം തന്നെയാണ്. അതേപോലെ തന്നെ നല്ല ഒരു ഫ്ലോയിൽ പോകുന്ന ഒരു നല്ലൊരു മൂവിയാണ്. എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു സാധാരണ ഗിരീഷേടിയും ചിത്രങ്ങളിലത്തിൽ ഉള്ളതുപോലത്തെ കോമഡി അങ്ങനത്തെ പരിപാടികൾ കുറവാണ്. കോമഡി ഇല്ല എന്നല്ല, ചെറിയ ചെറിയ കോമഡീസേ ഉള്ളൂ നമ്മളിങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോമഡി ഉള്ള ഒരു മൂവി അല്ല ഇത്. അതേപോലെ തന്നെ സിനിമയുടെ പ്ലോട്ട് പറയുകയാണെങ്കിൽ ഹാക്കിങ്ങും അതുപോലത്തുള്ള പരിപാടികളാണ്. അപ്പോൾ ടെക്നിക്കലായിട്ട് ചെറിയൊരു നോളജ് ഉണ്ടെങ്കിൽ സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ ആക്ച്വലി എനിക്ക് ടെക്നിക്കൽ നോളജ് ഇതിൽ കുറച്ച് അത്യാവശ്യം ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഹാക്കിംഗ് എന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇത് സ്ക്രീനിൽ കാണിക്കുന്ന കമാൻഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി എനിക്ക് അറിയാമെന്നുള്ളതും കൂടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് റിലേറ്റീവ് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ കറക്റ്റ് പ്രോപ്പർ കമാൻഡ് ഉപയോഗിച്ച് തന്നെ അവർ ഓരോന്ന് കാണിക്കുന്ന കണ്ടപ്പോഴത്തേനും ടെക്നിക്കലി കുറച്ചുകൂടെ നല്ല കിഡിലായിട്ട് എടുത്തിട്ടുള്ളൊരു മൂവിയാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇതേപോലത്തെ ചെറിയ ചെറിയ മൈന്യൂട്ട് കമാൻഡ്സ് ഇതെല്ലാം വളരെ നന്നായിട്ട് തന്നെ ഇതിൽ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ലൊരു നോട്ടീസബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതല്ലാണ്ട് പിന്നെ കഥ ചെറിയൊരു കഥയാണ്. ചെറിയൊരു റിവെഞ്ച് സ്റ്റോറി പോലത്തെ ഉള്ള ഒരു കഥ. അത്യാവശ്യം കൊള്ളായിരുന്നു. പക്ഷേ എവിടെയോ ചെറിയൊരു എൻഗേജിങ് ഫാക്ടർ മിസ്സായിട്ടുണ്ട്. സാധാരണ എല്ലാ ആളുകൾക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയല്ല. കഥ കുഴപ്പമില്ലെങ്കിലും ഈ ഹാക്കിങ്ങും പരിപാടിയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പ്രമേയമല്ല. പോരാത്തതിന് എനിക്ക് തോന്നുന്നു ഇവരുടെ ക്യാമ്പയിനിങ്ങും കുറച്ച് ബാഡായിട്ടായിരുന്നു ഈ അയാം കാതലിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇവർ ഉദ്ദേശിച്ച ഓഡിയൻസിൽ ഇത് എത്തിക്കാനും സാധിച്ചിട്ടില്ല. പ്രൊമോഷൻ ടീം കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ഇടണമായിരുന്നു. ടെക്കീസും അതേപോലെ തന്നെ കുറച്ചുകൂടെ ഈ കമ്പ്യൂട്ടർ പരമായ കുറച്ചുകൂടെ നോളജ് ഉള്ള ടീംസിൻ്റെ അടുത്തോട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻ രീതി ഇവിടെ ഇതിൽ ഇംപ്ലിമെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു സക്സസ്ഫുൾ ഈ മൂവിക്ക് കിട്ടുമായിരുന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിരുന്നാൽ കൂടെയും അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു ആവറേജ് മൂവിയാണ്. കണ്ടുകൊണ്ടിരിക്കാം, അതിന് യാതൊരു പ്രശ്നമില്ല. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ടെക്നിക്കലി എല്ലാം നല്ലൊരു മൂവിയാണ്. കുറേ നാൾക്ക് ശേഷമാണ് ആക്ച്വലി ഈ ഹാക്കിംഗ് തീമായിട്ട് വരുന്ന മൂവീസ് വളരെ കുറവാണ് മലയാളത്തിൽ. അപ്പോൾ ആ ഒരു ജോണറിൽ വരുമ്പോഴത്തേനും ഇത് നല്ല രസമുണ്ട്. നമ്മൾ എല്ലാ മൂവീസും വേണമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മൂവി കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ചെറിയൊരു ഹാപ്പി തോന്നി. എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു പരിപാടിയല്ല ഇത്. അപ്പോൾ എല്ലാവർക്കും ഒരു സോഷ്യൽ അവയർനെസ് കൂടെ ഈ മൂവി കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ സെക്യൂരിറ്റി നല്ലല്ലെങ്കിൽ ഇതേപോലെ ഒരു ചെറിയൊരു പയ്യൻ വിചാരിച്ചാൽ ഇതിൽ കാണിക്കുന്ന കറക്റ്റാണ്. ചെറിയൊരു പയ്യൻ വിചാരിച്ചാൽ മതി, ഇപ്പോൾ ഒരു മോശം സെക്യൂരിറ്റി ഉള്ള ഒരു സെർവറോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇതേപോലെ ചെയ്യാൻ പറ്റും. അത് ഉള്ളത് തന്നെയാണ്. പിന്നെ ഇതിൽ പറയുന്ന പോലെ ആ ഫിഷിങ്ങും ആ ലിങ്ക് അയച്ചു കൊടുക്കുന്ന പരിപാടിയും എല്ലാം കറക്റ്റാണ്. എല്ലാം കറക്റ്റായിട്ടാണ് അവർ എടുത്തിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും എല്ലാം. അങ്ങനെ നല്ലൊരു ടെക്നിക്കലി കുറച്ച് സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു മൂവിയാണ്. പിന്നെ പറഞ്ഞ പോലെ ഒരു എൻഗേജിങ് ഫാക്ടർ, മേ ബി ഒരു പഞ്ച്, അതായിരുന്നു മിസ്സിങ്. ജസ്റ്റ് ഒന്ന് കവലത്തടിച്ചു എന്നും പറഞ്ഞ് ഇങ്ങനെ പോകുന്നത് അതൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടെ കുറച്ചുകൂടെ എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്തു. അത് എനിക്കൊന്ന് സ്ക്രിപ്റ്റ് ആയിരിക്കണം. ബാക്കിയെല്ലാം എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. പടം കണ്ടുകൊണ്ടിരിക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. മാക്ക് അഡ്രസ് ചേഞ്ച് ചെയ്യുന്നതും ഇതും. പിന്നെ ഞാൻ ഈ ടെക്നിക്കലി കുറച്ചുകൂടെ നോളജ് വേണം എന്ന് ആൾക്കാർക്ക് മനസ്സിലാവൂ എന്ന് ഉദ്ദേശിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
എൻ്റെ കമ്പനിയിൽ ലാസ്റ്റ് ഇൻ്റർവ്യൂ നടത്തിയ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി കോളേജ് കഴിഞ്ഞ് കയറിയതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ലെവൽ 1 എടുക്കാൻ വേണ്ടി ഇങ്ങനെ ചോദ്യം ചോദിച്ച ഇടയിൽ ഇങ്ങനെ ചോദിച്ചു, വാട്ട് ഈസ് മാക് അഡ്രസ് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ ഞാൻ മാക്ക് യൂസ് ചെയ്തിട്ടില്ല, ഞാൻ വിൻഡോസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പറഞ്ഞു. പിന്നെ ഇങ്ങനെ അതായത് കോളേജ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണ് CS. അപ്പോൾ ആ പുള്ളിയുടെ വായിൽ നിന്ന് വന്ന ഒരു ഉത്തരമാണ് ഒരു റെപ്യൂട്ടഡ് കമ്പനിക്ക് വേണ്ടി നടത്തുന്ന ഒരു ഇൻ്റർവ്യൂവിൽ. ആക്ച്വലി പെട്ടെന്ന് ഞാൻ മേക്ക് ഓഫ് ചെയ്തിട്ട് ഞാൻ ഫ്രണ്ട്സ് എല്ലാവരും ഇരുന്ന് ചിരിക്കുമായിരുന്നു, കൊളീഗ്സ്. അപ്പോൾ തന്നെ പയ്യനെ പറഞ്ഞു വിടുകയും ചെയ്തു. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്രയും ഒരു എഡ്യൂക്കേറ്റഡ് ആയ ഒരു പുള്ളിക്ക് മാക് അഡ്രസ് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഇതൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടായിരിക്കാം ഈ ഒരു മൂവി ഇങ്ങനെ ഒരു ചെറിയൊരു പരാജയം പോലെ ആയിപ്പോയെന്ന് തോന്നുന്നു. എന്നിരുന്നാൽ കൂടെയും കുറേ പേർക്ക് നല്ലൊരു അഭിപ്രായവും അതേപോലെ തന്നെ സിനിമ OTT ഇറങ്ങിയ ശേഷം വളരെ നല്ല രീതിയിൽ ചെറിയ ചെറിയ റെസ്പോൺസ് കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വാച്ചബിൾ ആയിട്ടുള്ള മൂവിയാണ്. അപ്പോൾ അത്യാവശ്യം സമയമുള്ളവരാണെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടി വെർത്താണ്. പുള്ളിക്കാരൻ നല്ല രീതിയിലാണ് നസ്ലൻ അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിക്കാരനെ കാണാൻ ഇഷ്ടമുള്ളവർക്കും സിനിമ കാണാവുന്നതാണ്. അതേപോലെ തന്നെ അനിഷ്മ, ഞാൻ സിനിമ കാണാൻ വേണ്ടി എടുത്തത് അനിഷ്മയാണെങ്കിലും പിന്നെ സ്റ്റോറിയിലോട്ട് മാറിയപ്പോഴത്തേനും ടെക്നിക്കൽ സൈഡിലോട്ടായിരുന്നു എൻ്റെ ഫുള്ള് ശ്രദ്ധ, കമാൻഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇത് കാണാം. നല്ലൊരു മൂവിയാണ്. മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. ഓക്കെ.